Greenlives Coaching and Training Solution. ഞങ്ങൾ മോളെ ചേർക്കാൻ വേണ്ടി വെക്കേഷനിൽ സോളജിൽ വന്ന് അപ്പോൾ ഞാൻ പറയുകയാണ് ഞങ്ങളെ കോഴ്സ് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റാണ്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ETSൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വാങ്ങാം. നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് മാത്രമല്ല, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്. ഇത് കോഴ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഇംഗ്ലീഷിലുള്ള വീഡിയോസും ഇംഗ്ലീഷിലുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ കേട്ടാൽ പത്രങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ അപ്പുറത്തേക്ക് അവനക്ക് അക്കാഡമിക്കലി, കാരണം സ്പോക്കൺ പഠിച്ചുകൊണ്ട് സ്കൂൾ ഒരിക്കലും കാര്യമില്ല, അക്കാഡമിക്കലി നമുക്ക് അവൻ്റെ പെർഫോമൻസ് മെച്ചപ്പെടും. ഇതൊക്കെയല്ല സാറ് വെക്കേഷന് മോനെ കോഴ്സ് നോക്കുമ്പോൾ നോക്കുന്നത്. ഇതൊരു ബർഗറാണ്. ഇങ്ങനെ എന്ത് ചെയ്യണം? ഞാൻ ഇപ്പോൾ ബർഗർ കുറച്ച് കൂട്ടി പറഞ്ഞു. ഓരോന്ന് ലിസണിങ് ഒരു ബർഗറാണ്, റീഡിങ് വേറെ ബർഗറാണ്, സ്പീക്കിംഗ് വേറെ ബർഗറാണ്. ഇങ്ങനെ നമുക്കൊരു 5 ബർഗർ കൊടുത്താൽ സാറ് ക്ലോസ് ആവും. നമ്മളടുത്ത് ഒരു 50 ബർഗറൊക്കെ സ്റ്റോക്ക് ഉണ്ടാവണം. ഫാബ് എന്ന് പറഞ്ഞാൽ എന്താ? ഫീച്ചർ, അഡ്വാൻറ്റേജസ്, ബെനിഫിറ്റ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെയിൽസ് മാൻമാരെ കൊണ്ട് എന്ത് ചെയ്യണം? നമ്മളെ പ്രോഡക്റ്റിൻ്റെ ഫീച്ചർ എന്ത് ചെയ്യണം? ഒരു 10 ഫീച്ചർ എഴുതാൻ പറയണം. അതിൻ്റെ അഡ്വാൻറ്റേജും എഴുതാൻ പറയണം. ഫീച്ചർ മാത്രം പറഞ്ഞാൽ കസ്റ്റമർ ചോദിക്കുന്നത് എനിക്ക് എന്താന്ന് ചോദിക്കും, നമുക്കത് മനസ്സിലാവില്ല. ഷോ വാട്ടെന്ന് ചോദിക്കും ഫീച്ചർ പറഞ്ഞാൽ. നിങ്ങൾ പറയുകയാണ് ഇപ്പം നിങ്ങളൊരു കാറ് വാങ്ങി, ആ കാറിൻ്റെ എഞ്ചിന് ഭയങ്കര സംഭവിക്കുക, ആ എഞ്ചിന് ടെക്നിക്കലി നിങ്ങൾ പേര് പറഞ്ഞു. അപ്പോൾ പറയാൻ ഷോ വാട്ട്, എനിക്കെന്താ? പക്ഷെ ആ എഞ്ചിനുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ്, ഇന്നിപ്പോൾ സാറെ പെട്രോളിന് പിന്നെ അടിക്കടി വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഈ എഞ്ചിനാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പെട്രോൾ ലാഭത്തിൽ, ഇത് മൈലേജ് കൂടുതലാണ്, ഇത്രയും പെട്രോൾ ലാഭത്തിൽ നിങ്ങൾക്ക് ലാഭം വരും. മറ്റുള്ള കാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാസം ഒരു 10,000 റുപ്പീസ് നിങ്ങൾക്ക് എന്താണ് പെട്രോൾ ഇനത്തിൽ നിങ്ങൾക്ക് ലാഭം വെക്കും. ഇതല്ല സാർ ഇപ്പോൾ കാർ വാങ്ങുമ്പോൾ നോക്കുന്നത്. അതാണ് ഒരു ഫീച്ചർ. ഇങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ ഒരു 10 ഫീച്ചേഴ്സ് എന്ത് ചെയ്യണം? ലിസ്റ്റ് ചെയ്യണം. അഡ്വാൻറ്റേജ്, അപ്പോൾ നമ്മൾ സോ വാട്ട് വയ്ക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുമെന്ന് ചോദിക്കുക. സോ അഡ്വാൻറ്റേജ് നമ്മൾ പറയുമ്പോൾ ഫീച്ചർ പറയുമ്പോൾ സോ വാട്ടെന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് അതിന് ഗുണം പറഞ്ഞു കൊടുക്കണം. ഗുണം പറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാം? ബെനിഫിറ്റ് പറയാം. ബെനിഫിറ്റ് എന്താണ്? കസ്റ്റമർ എപ്പോഴും നോക്കുന്നത് എനിക്കെന്താ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ബെനിഫിറ്റും അതാണ് ബർഗർ രൂപത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യണം? ഒരു 10 ഫീച്ചറും 10 അഡ്വാൻറ്റേജും 10 ബെനിഫിറ്റും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ലിസ്റ്റ് ചെയ്തു. 10 ഒരു 30 ചെയ്യിപ്പിക്കണം സെയിൽസ്മാർ കൊണ്ട്. എന്നാൽ ഒരിക്കലും ഒരു കുടുങ്ങൂല, സ്റ്റക്കായി പോകില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് ബർഗർ രൂപത്തിൽ പറയിപ്പിക്കണം. ഇതാണ് ടീം മീറ്റിങ്ങിനൊക്കെ പറയിപ്പിക്കേണ്ടത്. ബർഗർ രൂപത്തിൽ എന്ത് ചെയ്യണം? അത് പ്രസന്റേഷൻ നടത്തണം. ആ സെയിൽസിന്റെ ക്ലാസ് ആണെങ്കിൽ കൂടുതൽ കമ്പനി എടുക്കല്. അപ്പോൾ ഇതിൽ ഒരു ഇതാണ് കണ്ടോ, ഫാക്ട്സ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന സോ വാട്ടെന്ന് ചോദിക്കും. അഡ്വാൻറ്റേജ് പറഞ്ഞാൽ വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ എന്നാണ്. അഡ്വാൻറ്റേജ് പറഞ്ഞാൽ വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ, എനിക്ക് എന്താ കിട്ടുക. അപ്പോൾ നമ്മൾ ബെനിഫിറ്റ് പറയണം. ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നൈൽ ഡൗൺ. നൈൽ ഡൗൺ എന്ത് ചെയ്യണം? ഇതെല്ലാം സാറ് നോക്കുന്ന പറയുമ്പോൾ സാറെ കൊണ്ട് എസ് പറയിപ്പിക്കണം. അപ്പോൾ സാർ എസ് എന്ന് പറയും. അങ്ങനെ 5-6 എസ് പറഞ്ഞാൽ എന്തായി? പിന്നെ നിങ്ങൾ ലോക്കായി. പിന്നെ നോ പറയാൻ കഴിയൂല. കുറേ എസ് ഇങ്ങനെ പറയിപ്പിക്കണം. അതാണ് നൈൽ ഡൗൺ. നൈൽ ഡൗൺ എന്ന് പറഞ്ഞാൽ ആ കോലില്ലേ, അതാണ് നൈൽ ഡൗൺ. ഇതല്ല നോക്കുന്നത്. ഇതല്ല സാറ് വീട് വാങ്ങും. ഇപ്പോൾ അനക്സിമൊക്കെ ആണെങ്കിൽ ഇതല്ല സാറ് വീട് വെക്കുമ്പോൾ നോക്കുന്നത്. അതിന് മുമ്പ് എന്ത് ചെയ്യണം? മറ്റൊക്കെ പറയണം. നിങ്ങളെ സ്വപ്നത്തിനെയും നിങ്ങളെ ഇമോഷൻസിനെയും ഒക്കെ കണക്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ബർഗർ വാങ്ങാം. ലാസ്റ്റ് പറയണം ഇതല്ലേ സാറ് വീട് വെക്കുമ്പോൾ നോക്കുന്നത്. അതാണ് നൈൽ ഡൗൺ. അപ്പോൾ സാറ് പറയും യെസ്. അപ്പോൾ അടുത്ത ബർഗർ പറയാം, വീണ്ടും യെസ്. പിന്നെ അടുത്ത ബർഗർ പറയാം യെസ്. 10 ബർഗർ കാണോ. ലാസ്റ്റ് നമ്മൾ പറയാം സാറേ ചെക്കാണോ ക്യാഷാണോ? അല്ല, അതിന് മുമ്പ് ഒരു പ്രോസസ്സ് കൂടി ഉണ്ട്. സപ്പോർട്ടിങ് കഴിഞ്ഞിട്ടാണ് ക്ലോസിങ് വരുന്നത്. ഇത് ആളെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം ഞാൻ ക്ലോസ് ചെയ്യാൻ. അതിനൊരു മോട്ടിവേറ്റിംഗ് എന്ന സംഭവം കൂടെ ഉണ്ട്. നൈൽ ഡൗൺ അതായത് ഫാക്ട്സ് ആൻഡ് ഫീച്ചേഴ്സ്. ചിലത് ഫാക്ട്സ് ആയിക്കാരം, ചിലത് ഫീച്ചേഴ്സ് ആയിക്കാരം. അപ്പോൾ കസ്റ്റമർക്ക് സോ വാട്ട്, അപ്പോൾ നമ്മൾ വേണം അഡ്വാൻറ്റേജ് പറയണം. വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ, എനിക്ക് എന്താ ഉള്ളത്. അപ്പോൾ എന്താണ് ബെനിഫിറ്റ്സ് പറയണം. എന്നിട്ട് നൈൽ ഡൗൺ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതാണ് ഫാക്ട്സ് ആൻഡ് ഫീച്ചേഴ്സ്. ഇത് നമ്മൾ സമയം എടുക്കും. ഇതാണ് ബർഗർ. മനസ്സിലായോ? ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറേ കസ്റ്റമേഴ്സിനെ കാണുന്നത് അളന്ന് മുറിച്ച് കണ്ടാൽ മതി. പക്ഷെ ക്ലോസിങ് റേറ്റ് കൂടുതലായി കാരണം ഇക്വേഷൻ 1:1 ആയി മാറും. 1:1 ഞങ്ങൾ മുമ്പിൽ അവിടെ പെട്ടാവാൻ കുടുങ്ങി, നിങ്ങൾ ക്ലോസ് ചെയ്യും. അതാണ് 1:1 എന്ന് പറഞ്ഞാൽ അല്ലേ. ഡയറക്റ്റ് സെല്ലിങ്ങിലൊക്കെ ഒരാളെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓന് തീരുമാനമാക്കും. അതാണ് 1:1. നമ്മൾ 100 ആളെ കണ്ടാൽ 100 ആളെയും ക്ലോസ് ചെയ്യും. ഏത് അല്ല, അതെന്താ വെച്ചാൽ അയാൾ അതിനെന്താ ഈ സംഭവം പറയാം. ഈ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് ലൈഫ് അത്ര ഈസി അല്ലല്ലോ. ലൈഫ് അത്ര ഈസി എന്ത് സുഖം അങ്ങനെയാണെങ്കിൽ കസ്റ്റമേഴ്സ് വാങ്ങുകയാണെങ്കിൽ ഒരു പല സംഭവങ്ങളും നമ്മളോട് പറയും. അപ്പം നമ്മളെന്ത് ചെയ്യരുത്? നമ്മൾ കസ്റ്റമർ പല ഇഷ്യൂസ് പറയുമ്പോൾ
നമ്മൾ ആ ഇഷ്യൂസിനെ ഫേസ് ചെയ്യാൻ പഠിക്കണം. 5 ഇഷ്യൂസ് പറയും കസ്റ്റമർ. ഓക്കെ ഫൈൻ. അപ്പൊ എന്താണ് സപ്പോർട്ടിങ് ചെയ്താൽ നമ്മൾ എന്താവും കൺവിക്ഷൻ ചെയ്യണം. ഇവിടെ നമ്മളാളെ ബോധ്യപ്പെടുത്തുന്നത്. ഈ ബോധ്യപ്പെടുത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബർഗർ രൂപത്തിൽ പറയേണ്ടത്. ഇതാണ് ആളെ ബോധ്യപ്പെടുത്തണല്ലോ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ഫീച്ചർ പറയണം, അഡ്വാൻറ്റേജസ് പറയണം. അത് ബർഗർ രൂപത്തിൽ പറയാൻ പഠിപ്പിക്കണം സെയിൽസ്മാരെ. എന്നിട്ട് വേണം ക്ലോസ്. ഇതിന് മുമ്പിൽ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ഇവിടെ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, 4ാമത്തത് മോട്ടിവേറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം കൂടി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് മോട്ടിവേറ്റിംഗ് ചെയ്തിട്ട്, മോട്ടിവേഷൻ എന്തിനാണ്? ഇവിടെ ഡിസയർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. മോട്ടിവേറ്റ് എന്താ ചെയ്യുന്നത്? ഡിസയർ, താല്പര്യം. എന്നിട്ട് വേണം ക്ലോസിംഗിലേക്ക് പോകാൻ. Greenlives Coaching and Training Solution. For more updates, subscribe our channel or visit our website mujeebgreenlives.com, or like our page Facebook/mujeebgreenlives, or you can WhatsApp to 9995142164.